നിമിഷങ്ങൾ കഴിയുന്തോറും ഭൂമിയിലെ ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതനുസരിച്ച് വിഭവങ്ങളുടെ കുറവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൂടുന്നു. അതിനെതിരെയാണ് നാം എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു വരുന്നത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത്. ജനസംഖ്യ കൂടുന്നതിന്റെ പ്രശ്നങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു വരുന്നത്. ചൈനയെ പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. 1925 200 കോടി മാത്രമായിരുന്ന ലോക ജനസംഖ്യ 100 വർഷങ്ങൾ കൊണ്ട് 800 കോടി പിന്നിട്ടിരിക്കുന്നു. ജനസംഖ്യ വർധനവ് ഇന്ന് ദ്രുതഗതിയിലാണ്. അതിനനുസരിച്ച് ആവശ്യങ്ങളും വർദ്ധിക്കുന്നു. ഈ ആവശ്യങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേകതകളനുസരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മനുഷ്യരുടെ എണ്ണത്തിന് ആനുപാതികമായ വിഭവങ്ങൾ ലഭിക്കാത്ത അവസ്ഥ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. ജനപ്പെരുപ്പത്തിന്റെയും പട്ടിണിയുടെയും ദുരിതങ്ങളിൽ അകപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പാവപ്പെട്ടവരായിരിക്കും. ഭക്ഷ്യദൗർലഭ്യവും പോഷകാഹാരക്കുറവും നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും ജനപ്പെരുപ്പത്താൽ ഉണ്ടാകുന്ന വിപത്തുകളാണ്. ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ജനപ്പെരുപ്പം തടയാനുള്ള പ്രധാന മാർഗം. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക വഴി അവരുടെ സാമൂഹിക പദവി ഉയർത്തൽ, ചെറിയ പ്രായത്തിലുള്ള വിവാഹം അവസാനിപ്പിക്കൽ, ജനസംഖ്യാ വിദ്യാഭ്യാസം ശരിയായ വിധം നടപ്പിലാക്കൽ എന്നിവ ജനസംഖ്യാ നിയന്ത്രണത്തിന് സഹായകരമായ മാർഗങ്ങളാണ്.